കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ഇന്തോനേഷ്യ അതിൻ്റെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനും മാരിടൈം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്നും സബ്മറൈൻസ് അല്ലെങ്കിൽ അന്തർവാഹിനികൾ വാങ്ങുന്ന കാര്യം പരിഗണിച്ചേക്കും എന്ന അപ്ഡേറ്റ്. ഇൻഡോ പസഫിക് റീജിയനിൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും നിലനിർത്തുന്നതിന് വേണ്ടി ഇന്തോനേഷ്യ അതിൻ്റെ നാവികശക്തി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ നിന്നും സബ്മറൈൻ വാങ്ങുകയാണെങ്കിൽ സബ്മറൈൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരവസരം ലഭിച്ചേക്കും. സബ്മറൈൻ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളും ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. നേവിയുമായി ബന്ധപ്പെട്ട ഷിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന പല കമ്പനികളുണ്ടെങ്കിലും സബ്മറൈൻ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി മസഗോൺ ഡോക്കാണ്. മസഗോൺ ഡോക്ക് പോലുള്ള കമ്പനികൾക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള വലിയ ഡീലുകൾ വരും വർഷങ്ങളിൽ ഇന്തോനേഷ്യയിൽ നിന്നും ലഭിക്കാനും സാധ്യതയുണ്ട്. ഇന്തോനേഷ്യൻ കടലിടുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളവും നേവൽ നാവിഗേഷനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പോയിൻ്റാണ്. ഈ റീജിയനിൽ ട്രാഫിക്കും അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി, എക്കണോമിക് ഇൻട്രസ്റ്റ് എന്നിവ മുന്നിൽ കണ്ട് നാവികശക്തി വർദ്ധിപ്പിക്കാനാണ് ഇന്തോനേഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഡിഫൻസ് സെക്ടറിൽ സഹകരിക്കാനും ആയുധ കയറ്റുമതി ഇറക്കുമതിയിൽ സഹകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിക്ക് അനുസരിച്ചുള്ള ഒരു ഡിഫൻസ് നയം പിന്തുടരുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അതുകൊണ്ട് ഇന്തോനേഷ്യയിൽ നിന്നും സബ്മറൈൻ സെക്ടറിൽ ഇന്ത്യക്ക് ഓർഡറുകൾ ലഭിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കൺഫേം ഓർഡറിനെ കുറിച്ചുള്ള പ്ലാൻ അല്ല പറയുന്നത്, മറിച്ച് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫർദർ പ്രോഗ്രസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും സബ്മറൈൻ മാനുഫാക്ചർ ചെയ്യുന്നതുമായ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സ്റ്റോക്ക് 1.16% ഇടിഞ്ഞ് 4186 ട്രേഡ് ചെയ്യുന്നു. 84,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36, ഡിവിഡൻഡ് യീൽഡ് 0.6, 52 വീക്ക് ഹൈ 5860, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ കഴിഞ്ഞ 5 ആഴ്ചയായി സ്റ്റോക്കിന് 4000 എന്ന റേഞ്ചിനടുത്ത് സപ്പോർട്ടുണ്ട്. 4000 എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾക്കൊരു ബൈയിങ് കാണാൻ സാധിക്കും. 4000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബ്രേക്ക് ഡൗൺ വന്നാൽ 3900, 3850, 3750 തുടങ്ങിയ ലെവലുകളായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി സ്റ്റോക്കിന് 4000 എന്ന റേഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും ഹയർ സൈഡിലേക്ക് നീങ്ങുകയും ചെയ്താൽ 4400 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം സൊമാറ്റോ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടും ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. സൊമാറ്റോ എന്ന കമ്പനിയുടെ ഫൗണ്ടറും അതുപോലെ തന്നെ ചീഫ് പീപ്പിൾ ഓഫീസറുമായ ആകൃതി ചോപ്ര കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ്. ഇവിടെ സൊമാറ്റോ എന്ന കമ്പനിയുടെ സീനിയർ മാനേജ്മെൻറ്റ് പേഴ്സണലിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആകൃതി ചോപ്ര. ആകൃതി ചോപ്ര കരിയർ ഇൻട്രസ്റ്റ് പശ്ചാത്തലത്തിൽ സൊമാറ്റോ എന്ന കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു എന്നാണ് കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ 13 വർഷമായി സൊമാറ്റോ എന്ന കമ്പനിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൻ്റെ സെറ്റപ്പിലും സ്കെയിലിങ്ങിലും നിർണായകമായ പങ്കുവഹിക്കുകയും കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പോലുള്ള റോളുകൾ ഹാൻഡിൽ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ആകൃതി ചോപ്ര. ഇവിടെ ആകൃതി ചോപ്ര മാത്രമല്ല, സൊമാറ്റോയുടെ പല സീനിയർ മാനേജ്മെൻറ്റ് പോർട്ട്ഫോളിയോസും അല്ലെങ്കിൽ സീനിയർ മാനേജ്മെൻറ്റ് പേഴ്സണൽസും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ റിസൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പട്ടിക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 5ഓളം കമ്പനിയുടെ ഫൗണ്ടേഴ്സും സീനിയർ അല്ലെങ്കിൽ കീ ഇമ്പോർട്ടൻ്റ് പേഴ്സൺസും കമ്പനിയിൽ നിന്നും ഫ്രീക്വൻ്റ്ലി റിസൈൻ ചെയ്തു. അതേസമയം ബ്ലിങ്കിറ്റിൻ്റെ ക്വിക്ക് കൊമേഴ്സ് ബിസിനസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് സൊമാറ്റോ എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. JP Morgan, CLSA, ജെഫ്രീസ് പോലുള്ള സ്റ്റോക്കിന് പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുകയും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകുകയും ചെയ്തു. സൊമാറ്റോ എന്ന സ്റ്റോക്ക് 278 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ ബോട്ടം ലെവലിൽ അക്കുമുലേറ്റ് ചെയ്തവർക്ക് ഹയർ സൈഡിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് പരിഗണിക്കാവുന്നതാണ്. സ്റ്റോക്കിൽ ടെമ്പററി ഒരു ബിയറിഷ്നെസ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 270 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 260 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് 260, 270 തുടങ്ങിയ ലെവലുകൾ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.